ഓക്കെ, ഇന്നലെയാണ് നമ്മളിങ്ങനെ ഒരു വിഷയം അറിഞ്ഞത്. മങ്കുവാപ്പളുടെ വികാരി ആയിട്ടുള്ള കുര്യാക്കോസ് മറ്റത്തിലച്ചൻ ഇങ്ങനെ ഒരു പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചു എന്നുള്ള വാർത്ത നമ്മൾ അറിയുന്നത് ഇന്നലെയാണ്. അതേ തുടർന്നാണ് നമ്മളൊരു ചെറിയ ആക്ഷൻ ഉണ്ടായിട്ടുള്ളത്. കത്തോലിക്ക സഭയിലെ നിയമം അനുസരിച്ച് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള അവകാശമില്ല. അതിന്റെ അംഗത്വം സ്വീകരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള അവകാശമില്ല. ആ നിയമത്തിന്റെ വയലേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. അത് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ ആദ്യ നടപടി എന്ന് പറഞ്ഞു അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അതിന്റെ പ്രായോഗികമായിട്ടുള്ള വിഷയം ഇതാണ്. ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയിൽ ഉള്ള ആളുകൾ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വൈദികൻ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമാകുന്നു എന്ന് പറയുന്നത് ആ ഇടവകയുടെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് അത് തടസ്സമാകും എന്ന് നമ്മൾ ബോധ്യപ്പെടുന്നു. അത് കൂടുതൽ അസ്വസ്ഥതകൾ ഇടവക സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു നടപടി ആദ്യമേ തന്നെ എടുത്തത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ഇന്നലെ പള്ളിയിൽ നിന്ന് മാറ്റുകയും അദ്ദേഹം ഇപ്പോൾ അടിമാലിയിലാണ് ഇപ്പോൾ ഉള്ളത്. അടിമാലിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പാർട്ടിക്കെതിരായിട്ടോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അല്ല. കാരണം ഒരു പാർട്ടിയിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും അംഗമാകാനായിട്ടുള്ള അവകാശം നമുക്കില്ല. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ നടപടിക്രമം ഉണ്ടാകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട്, കാരണം ലോയിൽ പ്രകാരം പറയുന്നുണ്ട് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ പൊളിറ്റിക്കൽ പാർട്ടിയിൽ പ്രീസ്റ്റ് ഉണ്ടാകാനായിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു നടപടിക്രമം എടുത്തിട്ടുള്ളത്. അദ്ദേഹം പ്രീസ്റ്റ് ഹോമിലാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കി അദ്ദേഹത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് അന്വേഷിക്കും. അദ്ദേഹത്തിന്റെ നിലപാടുകളൊന്നും ആക്കിയത് ബാക്കിയുള്ള യുവത കമ്മീഷനൊക്കെ വെച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യും. അത് പിന്നീടുള്ളത് നമ്മൾ ഏറ്റവും പ്രാഥമികമായ നടപടി എന്ന വിധത്തിൽ അദ്ദേഹത്തെ പള്ളിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ മാറ്റിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ.